മൂന്നാർ ഡിവിഷന് കീഴിൽ പട്ടയം ലഭിച്ചവരെ പോലും കയ്യേറ്റക്കാരാക്കി വനം വകുപ്പിന്റെ പട്ടിക. വനം വകുപ്പ് തയ്യാറാക്കിയ കയ്യേറ്റക്കാരുടെ പട്ടികയിൽ 978 പേരാണുള്ളത്. ഇതിൽ അടിമാലി പഞ്ചായത്തിലെ 2ാം വാർഡായ പരിശക്കല്ലിൽ പട്ടികയിൽ ഉൾപ്പെട്ട 97 പേരിൽ 25 പേരും പട്ടയമുള്ളവരാണ്. ഇത് വർഗീസ് ഐസക്. അടിമാലി പടിക്കപ്പ് സ്വദേശിയായ ഇദ്ദേഹത്തിന് 2022 ജനുവരി 25-ാം തീയതിയാണ് സംസ്ഥാന സർക്കാർ പട്ടയം നൽകിയത്. പക്ഷേ വനവകുപ്പിന്റെ കണക്കിൽ വർഗീസ് ഇന്ന് കയ്യേറ്റക്കാരനാണ്. സർക്കാർ അങ്ങനെ ഒരു ഇത് ഇറക്കി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പട്ടയം തന്ന ഭൂമിയിൽ ഇനി അങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് എനിക്കൊരു പേടി തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമ്മള് അങ്ങനെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് ഇല്ല. ഈ കണക്കുകൾ ഒരാളിൽ ഒതുങ്ങുന്നതല്ല. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡായ പരിശക്കല്ലിൽ 97 പേരാണ് വനഭൂമി കയ്യേറ്റക്കാരുടെ പട്ടികയിലുള്ളത്. ഇതിൽ 25 പേരുടെയും കൈവശം പട്ടയമുണ്ട്. 93-ലാണ് പട്ടയം എന്റെ കൈ കിട്ടുന്നത്. ഞങ്ങൾക്ക് നേരിട്ട് വരാൻ മുന്നാധാരമൊന്നുമില്ല, നേരിട്ട് വരും ഇത്. അത് പട്ടയം വീട്ടിലിരിപ്പുണ്ട്. ആ അന്ന് മുതൽ ഇന്ന് വരെ കരടച്ച രസീത് കഴിഞ്ഞ മാർച്ച് 15-ാം തീയതി 16-ാം തീയതി കണ്ട് കരടച്ച വരെ രസീത് കരം അടച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾക്കാരല്ലേ. കയറ്റം എന്ന് പറഞ്ഞാൽ ഒരു അധികം വർഷം. ഞാനൊക്കെ ജനിച്ചു വളർന്ന ഇവിടെയാണ്. എനിക്കിപ്പോൾ 45 വയസ്സായി. ഞാൻ അപ്പോൾ ആ വർഷം കൂടി അതിന് മുമ്പ് നമ്മുടെ കാരണന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ. അന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അന്ന് പോലുള്ള ഒരു സ്ഥലമാണ്. ഇറക്കി വിട്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൊന്നുമില്ല. പലരും സർക്കാർ നൽകിയ പട്ടയം ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലയോര മേഖലയിലേക്ക് കുടിയേറിയ തങ്ങളെ കയ്യേറ്റക്കാരാക്കുകയാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. നേരിമംഗലം റേഞ്ചിലെ പടിക്കപ്പ്, പരിശക്കല്ല്, കാഞ്ഞിരവേലി, ഇഞ്ചത്തൊട്ടി, തട്ടേക്കണ്ണി, പാമ്പ്ള തുടങ്ങിയ പ്രദേശങ്ങളിൽ പട്ടയത്തിനായി അപേക്ഷ നൽകിയ ആയിരക്കണക്കിന് പേർ ഇപ്പോൾ ആശങ്കയിലാണ്. ഞങ്ങളാരും വനഭൂമി വെട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കയ്യേറ്റം നടത്തിയ ആൾക്കാരൊന്നുമല്ല. ഞങ്ങളെല്ലാം ഇവിടെ പണ്ട് കാലം തൊട്ട് വന്ന ആളുകളാണ്. കാരണന്മാരായിട്ട് ഇവിടുത്തെ അവരെ മൺമറിഞ്ഞു പോയ ഒത്തിരി ആളുകൾക്ക് പട്ടയമുണ്ട് ഈ പ്രദേശത്ത്. ആ പട്ടയം ആളുകൾ ഈ കാണുന്ന വീടെന്ന് പറഞ്ഞാൽ തന്നെ പട്ടയം പണയം വെച്ച് പണിതേക്കണം. പട്ടയം ഇവിടെ ഉള്ള ആളുകളുടെ എല്ലാവരുടെയും പട്ടയം ബാങ്കിലാണ്. 93-ൽ കിട്ടിയാണ് പട്ടയം. എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുന്നത്. കൃഷിയുണ്ട്, റബ്ബറുണ്ട്, ഇപ്പൊ നമ്മൾ കപ്പ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കൃഷികൾ സംഭവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. വനഭൂമിയിൽ പട്ടയം നൽകുന്നതിനായി വനംവകുപ്പും റവന്യൂ വകുപ്പും സംയുക്ത പരിശോധന നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈവശമില്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം DCC ജനറൽ സെക്രട്ടറി ബിജോ മാണിക്ക് നൽകിയ മറുപടിയിൽ വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രദേശങ്ങളിൽ വനഭൂമി പട്ടയങ്ങൾ 1993 മുതൽ വിതരണം ചെയ്തിട്ടുമുണ്ട്. പരിശോധിച്ചാൽ മാത്രമേ പട്ടയങ്ങളുടെ നിയമസാധുത വ്യക്തമാകൂ എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പട്ടയം ലഭിച്ചവർ അധിക ഭൂമി കൈവശം വച്ചിരിക്കുന്നതിനാലാണ് പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.